എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിഡിലും വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ തേക്കിൻ്റെ നാടായ നിലമ്പൂർ ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ അകലത്തിൽ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു 10.5 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു 3 ബെഡ്റൂമുള്ള ഒരു അടിപൊളി ഒരു കിഡിലും വീടും വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഒന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആയിക്കോട്ടെ, തുടങ്ങല്ലോ. ആയിക്കോട്ടെ, പറഞ്ഞു. അപ്പൊ വഴി പറഞ്ഞ നമ്മളെ സ്വന്തം നാടായ മലപ്പുറം ജില്ലയിലാണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിന്റെ നാടായ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണെന്നുള്ളത് കേട്ടോ. നിലമ്പൂർ ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്റർ അകലത്തുള്ള ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുനിന്ന് വെറും 700 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കൊടുക്കാനുള്ളത്. മൊത്തം 10.5 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു നല്ലൊരു വീടും ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചത്. അപ്പൊ ഈ റോഡ് വരുന്ന നമ്മളെ ചുങ്കത്തറ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. വണ്ടിയൊക്കെ ഏത് വേണേലും വരും, ഓട്ടോറിക്ഷയോ കാറോ ബൈക്കോ എല്ലാ വണ്ടികളും വരുന്നതാണ്. ഇപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം. മൊത്തം 10.5 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 3 ബെഡ്റൂം ഉള്ളൊരു വീടാണ് ഈ കാണുന്നത്. എല്ലാ പണിയും കഴിഞ്ഞ വീടാണ്. അപ്പൊ നമുക്ക് വീടിന്റെ അകക്കാഴ്ചകളിലേക്ക് പോണതിന് മുന്നേ ആദ്യം ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പൊ ഫ്രണ്ടേജ് ഇതാ ഇവിടുന്ന് തുടങ്ങാണ് കേട്ടോ. ഇതാ നോക്കിയാണെങ്കിൽ ചുറ്റുഭാഗം മതിലൊക്കെ കെട്ടിയതാണ് കേട്ടോ. നോക്കി ഇതാ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാക്കണേ അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ മതിലൊക്കെ ഫുള്ള് ചുറ്റുഭാഗവും മതിലൊക്കെ കെട്ടിയതാണ്. ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാക്കണ അത്യാവശ്യം നല്ല നീളമൊക്കെ വരുന്ന നല്ല നീളമുള്ള എന്താ പറയാ ഫ്രണ്ടേജ് ഒക്കെ അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ ചതുരായി കിടക്കുന്ന നല്ല 10.5 സെന്റ് സ്ഥലമാണ് കേട്ടോ. അലുവാ കഷ്ണമായിട്ട് സ്ഥലം. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ഒരുപാടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ഓടി വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ വീടുകളൊക്കെ ഒരുപാടുണ്ട്. അയൽവാസികളൊക്കെ ഇഷ്ടം പോലെയാണ്. പിന്നെ അടുത്ത് തന്നെ ടൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ടൗണിലേക്കൊക്കെ. പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഗേറ്റ് ഒക്കെ വെച്ച് നല്ല വണ്ടിയൊക്കെ നേരെ മിറ്റത്താണ് കൊണ്ടുപോയി നിർത്തിയത് നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് കയറി വരുമ്പോൾ നോക്കിയാൽ മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ 2-3 വണ്ടികളൊക്കെ നിർത്താൻ സൗകര്യത്തിന് വലിയ മിറ്റമാണ്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പൊ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഒരു കിണറാണുള്ളത്. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ഇനി ആ കിണറൊന്നും കണ്ടാലോ നമുക്ക് കിണറൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതാക്കണ് നല്ല തെളിഞ്ഞ വെള്ളം, നല്ല വറ്റാത്ത വെള്ളമുള്ള, ഇതുവരെ വറ്റിയിട്ടില്ല കേട്ടോ. വേനൽക്കൊന്നും വറ്റാത്ത നല്ല വെള്ളമുള്ള കിണറാണ്. നോക്കി അത് നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ മുറ്റത്ത് തന്നെ നമുക്ക് ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് കിണറൊക്കെ ഉണ്ട്. നല്ല വറ്റാത്ത വെള്ളം നമ്മളെ മിറ്റത്ത് തന്നെയാണ് കിണറൊക്കെ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ അത്യാവശ്യം നല്ല കായ്ക്കുന്ന ഒരു 4ഓളം തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ കറിക്ക് ആവശ്യത്തിനൊക്കെ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ തെങ്ങൊക്കെ ഒരു 4 ഉണ്ട്. അത്യാവശ്യം നല്ല തേങ്ങയെല്ലാം ഉണ്ടാവണാണ്. പിന്നെ നമുക്ക് ഇനി വീടൊന്ന് കണ്ടാലോ. നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഈ വീടൊന്ന് കണ്ടാലോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ നിലമ്പൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. അപ്പൊ അവിടേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ അകവശത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകുമ്പോൾ സിറ്റ് ഔട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള നല്ലൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ അവിടുന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ നോക്കി അടുത്ത് ഒരുപാട് വീടുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി അയൽവാസികളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും ഇടയ്ക്ക് എല്ലാവരുമായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ അടുത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കില്ല. അപ്പൊ അകത്തോട്ട് പോണതിന് മുന്നോട്ട് നോക്കിയ വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ നോക്കി ഫുള്ള് മരത്തേലാണ് കൊത്തുപണികളൊക്കെ. ഡോറും കാര്യങ്ങളും എല്ലാം ഫുള്ള് നല്ല മരത്തേലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ നല്ല മോഡൽ ഡിസൈൻ, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. ജനല്, വാതില്, കട്ടില എല്ലാം ഫുള്ള് മരത്തേലാണ്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പൊ അകത്തോട്ടൊക്കെ നമ്മൾ വരുമ്പോ നോക്കി ഹാളൊക്കെ നല്ല സൗകര്യമുള്ള, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാണ്. പിന്നെ നിലമൊക്കെ ഇതാ ഫുള്ള് കാവിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പൊ ഇനി വീടിന്റെ റൂമുകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഹാളിൽ തന്നെ നമുക്ക് TV ഒക്കെ ഇട്ട് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഷെൽഫും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹാളാണ്. ഇനി നമുക്ക് റൂമുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. അതുപോലെ അടുക്കള കാണാം. എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്ക്. അപ്പൊ നമുക്ക് ഹാളിൽ നിന്നാണ് ആദ്യത്തെ 2 റൂം വരുന്നത് കേട്ടോ. ഒരു റൂം ഇവിടെയാണ്, അതുപോലെ ഒരു റൂം ഇപ്പുറത്താണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ റൂം കാണാം. അപ്പൊ ഇതാ റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ്. റാക്ക്, ഷെൽഫ്, അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള
നല്ലൊരു റൂമാണ്. ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഒരു സ്ഥലത്ത് ആ. ലീക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. നല്ല അടിപൊളി ഇതായിട്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത് അല്ലേ? അതെ. പിന്നെ നമുക്ക് അടുത്ത റൂം വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഈ റൂമും അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഇപ്പൊ നേരത്തെ കണ്ട അതേപോലെ നല്ല സൗകര്യമുള്ള ഷെൽഫ് റാക്ക് എല്ലാം വരുന്ന 2 ഭാഗത്തും ജനലുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഒരു കട്ടിലോ അലമാരൊക്കെ ഇട്ടാലും നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ നിലമൊക്കെ ഫുള്ള് കാവിയാണ് ഇട്ടിട്ടുള്ളത്. എല്ലായിടത്തും കാവിയാണ്. അപ്പൊ നമുക്ക് അടുത്ത് കാണാൻ നമുക്ക് ഇത് അങ്ങോട്ട് വരുമ്പോ അവിടെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഡൈനിങ് ഏരിയക്ക് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഒരു 5-6 ആൾക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശയൊക്കെ ഇടാനുള്ള സൗകര്യത്തിനുള്ള ഡൈനിങ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഡൈനിങ് ഏരിയ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത 3ാമത്തെ റൂം വരുന്നത് എവിടെയാണ്? അപ്പൊ ഇതാണ് 3ാമത്തെ റൂം വരുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെയുള്ള റൂം തന്നെയാണ്. നല്ല സൗകര്യമുള്ള റൂമാണ്. എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുക്കള കാണിച്ചു കൊടുത്താലോ? അടുക്കള കാണാം നമുക്ക്. അപ്പൊ നമ്മള് ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് അടുക്കള വരുന്നത്. അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയുണ്ട്. നമുക്ക് പാത്രം കഴുകാനാണെങ്കിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ നമുക്ക് ഷെൽഫ് റാക്ക് എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു അടുക്കള തന്നെയാണ്. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പുറത്തോട്ടുള്ള ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടോ. അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ. ഇനി നമ്മള് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയ ആണെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ ഇങ്ങോട്ട് വരുമ്പോ ബാത്റൂം ആണെങ്കിലും നല്ല ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുറത്തോട്ട് ഇങ്ങോട്ട് ഡോർ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തോട്ടാണെങ്കിൽ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂമും അതുപോലെ ടോയ്ലറ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതേ ഇപ്പുറത്ത് നമുക്ക് വിറകെല്ലാം അടുക്കി വെക്കാനൊക്കെ ഉള്ള ഒരു വിറക് വരെ എല്ലാം വരുന്നുണ്ട്. ഒരു അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് മേലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു വീട് സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസസ് എവിടേക്കാന്ന് പറഞ്ഞിട്ടോ. നമുക്ക് അടുത്തുള്ള നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കനോലി പ്ലോട്ട് നിലമ്പൂർ ഏകദേശം 7 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഊട്ടിയിലേക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കക്കാടംപൊയിൽ പറഞ്ഞ നമ്മള് കക്കാടംപൊയിൽ 25 കിലോമീറ്ററും പിന്നെ വാട്ടർഫാൾസ് ആട്ടിൻപാറ വാട്ടർഫാൾസിലോട്ട് വെറും 10 കിലോമീറ്ററും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല്. അപ്പൊ അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റ് മേഖലകളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ഏകദേശം അടുത്തൊക്കെ തന്നെയാണുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതേപോലെ തന്നെ അതാ ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട് അടുത്തെല്ലാം. ചുറ്റുപാടും വീടുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള്, ഹോസ്പിറ്റല്, അറബിക് കോളേജ്, എല്ലാവിധ കോളേജുകളും ഗവൺമെന്റ് ഓഫീസുകൾ, പഞ്ചായത്ത്, വില്ലേജ് എന്ന് വേണ്ട ഒരുവിധ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നമ്മുടെ ചുങ്കത്തറ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതേ വീടിന്റെ മേലെല്ലാം ഫുള്ള് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ഫുള്ള് ഷീറ്റെല്ലാം ഇട്ടിട്ട് നല്ല ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 700 മീറ്റർ അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. മൊത്തം 10.5 സെന്റ് സ്ഥലമാണുള്ളത്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 32 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ തെങ്ങോ കവുങ്ങോ റബ്ബറോ എങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ എക്സ്ചേഞ്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഇവർ റെഡിയാണ്. മൊത്തം ഒരു 85 ലക്ഷം രൂപ വരെ മുടക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ് ഈ ഒരു സ്ഥലമായിട്ട് എക്സ്ചേഞ്ചിന്. അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ആരുടെ കയ്യിലേലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.